ഓം നമോ നാരായണായ. നാരായണീയം ദശകം 2 ശ്ലോകം 5. ലക്ഷ്മീസ്താവകരാമണീയക ഹൃത്യേവേയം പരേഷ്വസ്ഥിരേതി അസ്മിൻ അന്യത് അഭിപ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താജനാഃ ത്വേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദരാ. ഹേ ലക്ഷ്മീപദേ, ഈ ലക്ഷ്മി ദേവി അങ്ങയുടെ രമണീയ രൂപത്തിൽ ഭ്രമിച്ചു പോയതിനാലാണ് അന്യരിൽ ഉറച്ചു നിൽക്കാത്തത്. ഇതിലേക്ക് മറ്റൊരു പ്രമാണം കൂടി പറയുന്നു. അങ്ങയെ ധ്യാനിക്കുന്നതിലും അങ്ങയുടെ ഗുണകീർത്തനങ്ങൾ ആലപിക്കുന്നതിലും രസം പൂണ്ടിരിക്കുന്ന അവിടുത്തെ ഭക്തരിലും ഈ ലക്ഷ്മി ദത്തശ്രദ്ധയായിരിക്കുന്നുമുണ്ട്. ഭഗവാന് പ്രിയപ്പെട്ട ഭക്തരെ ദേവിയും പ്രിയപ്പെട്ട ഭക്തരായി കരുതുന്നു. മറ്റുള്ളവരിൽ ദേവി അസ്ഥിരയായിരിക്കുന്നു. ഭർത്താവിന് പ്രിയപ്പെട്ടവർ തനിക്കും പ്രിയപ്പെട്ടവരാണെന്ന് ദേവി നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ടാവാം ആ ഭക്തരിൽ ഉറച്ചു ലക്ഷ്മി നിലനിൽക്കുന്നതും. ഭക്തന് ലക്ഷ്മി കടാക്ഷം അവശ്യം കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ശ്ലോകം 6. ഏവം ഭൂതമനോജ്ഞതാ നവസുതാ നിശ്യന്ത സന്തോഹനം ത്വദ്രൂപം പരിചിത് രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദബാഷ്പവിസരൈർ ആനന്ദമൂർച്ഛോത്ഭവൈ. ഗുരുവായൂരപ്പ, ഇപ്രകാരം മറ്റുള്ളവരുടെ മനസ്സിന് ആനന്ദം നൽകുന്ന അവിടുത്തെ സൗന്ദര്യത്തിൻ്റെ പുതിയ ഉറവിടം അങ്ങയുടെ വിഗ്രഹം തന്നെ. മറ്റുള്ളവർക്ക് പരമമായ ആനന്ദം പ്രദാനം ചെയ്യുന്നതും ചേതോഹരവുമായ അവിടുത്തെ വിഗ്രഹത്തെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ അങ്ങോട്ട് ഹഠാത് ആകർഷിക്കുകയും ഉന്മത്തരാക്കുകയും ആനന്ദാശ്രുക്കളിൽ നിമഗ്നരാക്കുകയും ചെയ്യുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.